മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വീണ തൈക്കണ്ടിയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ED. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, ഈ ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു അക്കൗണ്ടാണ് ഈ ഇത്തരത്തിൽ ഫ്രീസ് ചെയ്തിരുന്നത്. അതിന്റെ ലോക്കർ തുറന്ന് പരിശോധിച്ച് ലോക്കറിൽ എന്താണ് ഉള്ളതെന്ന് അറിയണം. അങ്ങനെ ആ നടപടികൾ തുടരുകയാണ്. രുചിഷ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 12 ഇടങ്ങളിൽ ഈ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരിശോധനയുടെ തുടർച്ച എന്ന വണ്ണം തന്നെയാണ് വീണ ടിയുടെ HDFC ബാങ്കിലെ ലോക്കർ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് HDFC ബാങ്കിൽ ഒരു അക്കൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 1.5 ലക്ഷം രൂപയായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അത് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് അവരുടെ ലോക്കർ കൂടി പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും വീണ ടിക്ക് നേരിട്ട് ഹാജരായി മൊഴി നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. UDF നേതാക്കളിലേക്ക് അടക്കം അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CMRL ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ അപ്പീൽ തിങ്കളാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ പരിഗണിക്കുന്നത്. ഈ അന്വേഷണം, അതായത് അന്തിമ വിധി വരുന്നതുവരെ അന്വേഷണം പൂർണ്ണമായി റദ്ദ് ചെയ്യണമെന്നും ഒപ്പം തന്നെ ഈ കാലയളവിൽ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ പരിശോധനകളോ പാടില്ല എന്നുള്ളതാണ് CMRLന്റെ ആവശ്യം. എന്നാൽ ഇതിനെ എതിർക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ മതിയായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കും തിങ്കളാഴ്ച. എന്തായാലും ഈ CMRLനെ സംബന്ധിച്ചിടത്തോളവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഇതിനിടയിലാണ് വീണ ടിയിലേക്കുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ഒരു അക്കൗണ്ട്, HDFC ബാങ്കിലുള്ള അക്കൗണ്ടിന്റെ ലോക്കർ തുറന്ന് പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അതിനിടയിൽ തന്നെ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകളുടെ ബാങ്ക് രേഖകളും പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. രുചിഷ.